നമുക്ക് അടുത്ത മാസം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക, അടുത്ത മാസം അവിടെ എത്തണം, അമ്മ അടുത്ത മാസം എത്താൻ പറ്റണേ, അതിനൊരു ഭാഗ്യം തരണേ അമ്മേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരുടെ മനസ്സും ഒരേ ദിവസം ഒരേ സമയം ഇത് ആഗ്രഹിച്ചു നോക്കി, ഇതിൻ്റെ ഫ്രീക്വൻസി വേവ് ലെങ്ത് കൂടുമെന്നാണ് പറയുന്നത്. ഉറപ്പായിട്ട് പോകാൻ പറ്റും. ശരിയാണ്. ഗുരുജിയോട് ചോദിക്കാം എന്നൊരു സെഗ്മെൻറ്റ് നമ്മൾ ഈ ജ്യോതിഷത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരുടെ ഒരു പ്രചോദനം ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ. അതിന് എല്ലാ ഗുരുജിയും എപ്പോഴും അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ നമ്മളോട് ചോദിക്കുക, നമ്മുടെ ABC പാനലിലെ ജ്യോതിഷന്മാരായി നിൽക്കുന്ന യോഗ്യതയുള്ള ഗുരുജിയോട് ചോദിച്ചിട്ട് നമ്മൾ ആൻസർ കൊടുക്കുമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് ഭദ്രാളി അമ്മയെ പറ്റി സംസാരിക്കാൻ പറഞ്ഞു. ഭദ്രാളി അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം ഉണ്ടാവും. നമ്മുടെ അമ്മ, നമ്മുടെ എല്ലാം, മൂകാംബിക അമ്മ, ചോറ്റാനിക്കര അമ്മ. എന്താ ഭദ്രാളി അമ്മയെ പറ്റി പറയാനുള്ളത് അനുപമ? ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് അനുഭവങ്ങളാണല്ലോ. ഇപ്പോൾ ഭദ്രകാളി അമ്മയിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ദേവി എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്നാണ്, എനിക്ക് മൂകാംബിക ദേവിയിൽ നിന്നാണ് ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. അതിപ്പോഴും പറയുമ്പോഴും നമുക്ക് ഒരു എക്സ്പീരിയൻസ് അത് പറയാലോ അല്ലേ? തീർച്ചയായിട്ടും പറയാം. അതായത് മൂകാംബികയിൽ നമുക്കൊരു വിഷമ സങ്കട ഒരു ഘട്ടം ഉണ്ടായിരുന്നു ലൈഫിൽ. അപ്പോൾ ആ സമയത്ത് എന്തോ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് അവിടെ നിന്ന് വിളിക്കണം എന്നാണ് ആൾക്കാർ പറയുക. നമുക്കങ്ങനെ സ്വയം തോന്നി ചെന്നാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. അപ്പോൾ അവിടെ നിന്നൊരു വിളി വന്ന പോലെ മൂകാംബികയിലേക്ക് പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നു, അവിടെ പോകുന്നു. അപ്പോൾ നമുക്ക് അവിടെ അടികയുമായിട്ട് പരിചയമുള്ളത് കൊണ്ട് വർഷിപ്പിനും അതിനൊക്കെ സൗകര്യങ്ങളുണ്ടാവുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചു. രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് വെളുപ്പിനെ പോയിട്ട് വന്ന് റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നാളെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലെത്തുന്നതിന് മുന്നേ ഹാപ്പി ന്യൂസ് എന്ന് പറയണ്ട, പക്ഷെ എനിക്കൊരു സൂചന തരണം, ഞാൻ ഈ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നൊരു സൂചന, അതൊരു ഫോൺ കോളിൻ്റെ രൂപത്തിൽ വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ പോയി വൈകുന്നേരത്തെ ദീപാരാധന തൊഴുതുന്നു. പിന്നെ കുടജാദ്രയിൽ പിറ്റേ ദിവസം രാവിലെ പോകുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി രാത്രി കിടന്നുറങ്ങി. രാവിലെ അപ്പോൾ നല്ല ക്ഷീണമാണല്ലോ, യാത്ര കഴിഞ്ഞ് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫോൺ നോക്കുമ്പോൾ ഞാൻ ആവശ്യപ്പെട്ട ആ ഒരു മിസ് കോൾ എൻ്റെ ഫോണിൽ കിടക്കുക. പക്ഷേ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഡീപ്പ് സ്ലീപ്പിലായിരുന്നു. വെളുപ്പിനാണ് എനിക്ക് കോൾ വന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു മിസ് കോൾ അത് മതി, അതൊരു സൂചനയാണ്. പിന്നീട് എന്റെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് അമ്മയെന്നാണ് അല്ലേ? അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വന്നു പോകുന്ന അമ്മയെന്നുള്ളത്. അത് ചിലപ്പോൾ നമ്മൾ സ്വന്തം പെറ്റമ്മയാവാം, അല്ലെങ്കിൽ ദൈവദൃഷ്ടി എന്ന് പറഞ്ഞ ഈ അമ്മ ഭഗവതി എന്നുള്ള രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് ആകാം. ഈ ഒരു വിശ്വാസം കൊണ്ട് തന്നെ മൂകാംബികയിലേക്ക് അല്ലേ ഭക്തജന പ്രവാഹമാണ്. ഒരു സെലിബ്രിറ്റീസ് ഒക്കെ കൂടുതൽ, നമുക്ക് സിനിമാക്കാരൊക്കെ കൂടുതൽ എനിക്കുണ്ട്. നമ്മൾ ഇവിടെ എറണാകുളത്ത് നമ്മളെ ചോറ്റാനിക്കര ഒരുപാട് നാളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് വിഷമങ്ങൾ, അത് എവിടെയെങ്കിലും ഇറക്കി വെക്കാനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പം അമ്മേനെ പോയി കണ്ടപ്പോൾ ആ അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഒരു ഫീൽ ആവുന്നുണ്ടല്ലോ. അതെനിക്ക് നല്ലവണ്ണം, അത് ചോറ്റാനിക്കൽ കയറുമ്പം തന്നെ നമുക്ക് ഫീൽ ആവുന്ന ഒരു സംഭവമാണ്. അപ്പം ആ വിഷമം അവിടെ ഇരുന്ന് ഒരു അരമണിക്കൂറോളം അവിടെ ചിലവഴിച്ച് താഴെ കീഴക്കാവ് പോയി മുകളിൽ വന്ന് ഒരു വെടി വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തി വരുമ്പോഴത്തേക്കും ആ ഒരു എനർജി നമ്മളെ ശരീരത്തിൽ ഒരു ഭാരം ഉണ്ടായത്, മനസ്സിൽ നിന്നിങ്ങനെ എവിടെയോ ഇറക്കി വെച്ചൊരു ഫീൽ ഉണ്ടാവില്ലേ, അത് ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു, ഒരു അനുഭവമായിരുന്നു അത്. അതെ, എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ചോറ്റാനിക്കര മൂകാംബിക, നമ്മുടെ കൊടുങ്ങല്ലൂരാണ്. ലോകാംബികയായിട്ട് അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ. ഈ അമ്മയുടെ അടുത്ത് പോയി നമ്മളെ ഇറക്കി വെക്കുന്ന പ്രശ്നങ്ങൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഇപ്പോൾ അനുഭവം പറഞ്ഞ പോലെ കീഴ്ക്കാവെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചൈതന്യമുള്ള സ്ഥലമാണ്. നമ്മൾ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എലമെൻസോ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ കുരുതി സമയത്ത് ഇത് പുറത്തു. പ്രത്യേകിച്ച് എനിക്കൊന്ന് എല്ലാ ദിവസങ്ങളിലും കുരുതിയുള്ള ഒരേ ഒരു അമ്പലം ചോറ്റാനിക്കരയാണ്. വെള്ളിയാഴ്ച ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ കൂടെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ രൂപങ്ങൾ വൈകൃതങ്ങളാകുന്നു, സംസാരം വേറെയാകുന്നു, അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നിരന്തരം പോയി എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. നമുക്ക് നേരെയുള്ള ദൃഷ്ടിദോഷമോ നെഗറ്റീവ് ദോഷങ്ങളോ ഉണ്ടെങ്കിൽ കഴിവതും ഞാൻ ഫാമിലിയായിട്ട് തന്നെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോകും. 2, അമ്മയോട് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും
നമുക്ക് വിളി കേൾക്കും എന്നുള്ളത് അനുവിൻ്റെ ഈ പറയുന്ന ഒരു എക്സ്പീരിയൻസ് 1000 പേർക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഈ ഭദ്രാളി അമ്മയെ നമ്മൾ ഏറ്റവും കൂടുതൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പല രീതിയിലുള്ള മന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ആവശ്യത്തിന് വിളിക്കുന്നത് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നായിരിക്കും. ചിലവർ വേറെ രീതിയിലായിരിക്കും വിളിക്കുന്നത്, ചില രീതിയിൽ ഓം കാളി, മഹാകാളി, പിന്നെ മറ്റേ കാളി കാളി, മഹാകാളി, ഭദ്രകാളി, നമോസ്തുതേ, കുലംച, കുലധർമ്മംച, മാംച, പാലയ പാല. അത് സ്ഥിരം ഉരുവിടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. അതെ അതെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നൊക്കെ നമ്മൾ ജപിച്ച് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ക്ലെൻസിങ്, ഒരു കോൺഫിഡൻസ്, അത് എസ്പെഷ്യലി ഈ മൂകാംബിക അമ്മ വിളിച്ചാലേ പോകാൻ പറ്റും. അനു പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് ഓടിക്കയറി പോകാൻ പറ്റില്ല. ഇപ്പോൾ പോയെന്ന് വെച്ചോ ചിലപ്പോൾ നമുക്ക് ദർശനം കിട്ടണമെന്ന് തന്നെ ഇല്ല. ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ വരാം. ഒറ്റയ്ക്ക് പോകണേ ചിലപ്പോൾ നടയടയ്ക്കാം, ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ആയിരിക്കാം. ഒരുപാട് പരീക്ഷണം വഴി കടന്നു പോകുന്ന ഒരു പരീക്ഷണം കൂടി അന്ന് പോയപ്പോൾ ഉണ്ടായിട്ടോ. അതായത് ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ കുടജാദ്രിയിലേക്ക് അലൗഡ് അല്ലായിരുന്നു. അന്ന് റെയിനി സീസൺ ആയതുകൊണ്ടും ഭയങ്കര എന്തൊക്കെയോ അപകടങ്ങൾ നടന്നുകൊണ്ടും കുടജാദ്രിയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആകെ വിഷമിച്ച് ഉച്ചയ്ക്ക് ഇരുന്ന് മൂകാംബിക ദേവിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് കുടജാദ്രി ആണല്ലോ. അങ്ങനെ പെട്ടെന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ കളക്ടർ ഉത്തരവ് മാറ്റി, പെർമിഷൻ അലൗഡ് എന്ന് പറഞ്ഞു. അങ്ങനെ കുടജാദ്രിയിൽ പോകാൻ അത് വേറൊരു എക്സ്പീരിയൻസ് അല്ലേ അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ. പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കുടുംബക്കാർ, എൻ്റെ ഫാമിലി മൊത്തം ഒരുമിച്ച് പോകണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും പെൻഡിങ്. അതാണ് വിളി വരണം. അതാണ് തീവ്രമായിട്ടുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകുകയും ഒന്നിലധികം ആൾക്കാർ ആഗ്രഹിക്കുകയും ചെയ്യണേ നടക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഇന്ന് മുതൽ ഒരു 7 ദിവസം ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വൈഫിനോട് ഈ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമുക്ക് അടുത്ത മാസം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക, അടുത്ത മാസം അവിടെ എത്തണം, അമ്മ അടുത്ത മാസം എത്താൻ പറ്റണേ, അതിനൊരു ഭാഗ്യം തരണേ അമ്മേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 2 പേരുടെ മനസ്സും ഒരേ ദിവസം ഒരേ സമയം ഇത് ആഗ്രഹിച്ചു നോക്കി. ഇതിൻ്റെ ഫ്രീക്വൻസി വേവ് ലെങ്ത് കൂടുമെന്നാണ് പറയുന്നത്. ഉറപ്പായിട്ട് പോകാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ കുലദൈവം മഹാകാളി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ചേട്ടന് അതായത് ഈ ചില ആൾക്കാർക്ക് കുടുംബദേവത, പരദേവത കൺസെപ്റ്റ് ശരിക്കും ഉണ്ട്. ചിലർക്ക് കുടുംബദേവത, പരദേവത അറിയില്ല ആരാണെന്ന്. അപ്പോൾ ഏതെങ്കിലും നല്ല ജ്യോതിഷിമാരുടെ അടുത്ത് പോയി ചോദിച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കുക. അപ്പോൾ വേറെ എവിടെ നമ്മൾ വഴിപാട് ആലോചിച്ച് ഓർമ്മിച്ച് വെച്ചിട്ട് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ നമ്മളത് കുടുംബദേവതയെ ഓർമ്മിച്ച് ചെയ്യണമെന്ന് പലരും പറയും. അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് പോയി നമ്മൾ ആ ഭണ്ഡാരത്തിൽ സമർപ്പണം നടത്തിയാൽ മതി എന്ന് പറയും. ഈ കുടുംബദേവത, പരദേവത നമ്മൾ അറിയാമെങ്കിൽ ഭയങ്കര പവർഫുള്ളാണ്. ഭദ്രാളി സങ്കല്പത്തിൽ ചെയ്യാൻ മതിയെന്നും കുറച്ച് പേര് പറയും. എത്രത്തോളം സത്യമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ഒരു മോശ സമയങ്ങളിൽ ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ 100% അമ്മയല്ലാതെ പിന്നെ വേറെ ആരാ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ഭദ്രാളി അമ്മയെ നമ്മൾ സ്ഥിരം ഭജിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ പറയുന്നുണ്ട് ഭദ്രാളി അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുന്ന നക്ഷത്രങ്ങളും പറയുന്നു. നക്ഷത്രങ്ങളുണ്ട്, ഒരു 10-11 പ്രത്യേകിച്ച്. അതെ. അപ്പോൾ ഈ അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഭദ്രാളി 10 സ്തോത്രം, പിന്നെ അമ്മയെ സ്ഥിരമായിട്ട് ജപിക്കുക. ഭദ്രാളി അമ്മ എന്ന് പറയുന്നത് നമ്മളിൽ ഒരാളായിട്ട് നിന്ന് ആക്ട് ചെയ്യും. നമുക്കൊരു എഗെയിൻസ്റ്റ് ഒരാൾ വരികയാണെങ്കിൽ, എൻ്റെ എക്സ്പീരിയൻസാണ്, നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വരികയാണ്, ആക്രമിക്കുന്നത് ചിരിച്ചുകൊണ്ട് വന്നാൽ മതിയല്ലോ. അതിനെ നമ്മളിൽ ഒരാളായിട്ട് വന്നിട്ട് അമ്മ ഫൈറ്റ് ചെയ്യുമെന്നാണ് പലരും പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസും അത് തന്നെയാണ്. അമ്മയെ നമ്മൾ നിരന്തരം വിളിക്കുകയാണെങ്കിൽ അമ്മ പ്രീതിപ്പെടുത്തുന്ന കുറേ നക്ഷത്രങ്ങളുണ്ട്. അതിനകത്ത് വരുന്നത് ഭരണി, കാർത്തിക, തിരുവാതിര, പിന്നെ പൂരുരുട്ടാതി, തിരുവോണം, അത്തം, പുണർദം, പിന്നെ ചോതി, തൃക്കേട്ട, ഇങ്ങനത്തെ കുറേ നക്ഷത്രങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഈ നക്ഷത്രങ്ങൾക്ക് അമ്മയുടെ എന്താ പറയുക, അമ്മയുടെ ഒരു പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഭദ്രാളി ദേവിയുടെ ഒരു അനുഗ്രഹം കൂടുതലുള്ള നക്ഷത്രങ്ങളാണ് പറയുന്നത്. എനിക്കിതിൻ്റെ മഹാത്മ്യം എത്രത്തോളം അറിയില്ല. പക്ഷേ ഞങ്ങളുടെ ABC പാനലിലുള്ള ഒരു ഗുരുജിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞതും ഈ പറഞ്ഞ നക്ഷത്രങ്ങളൊക്കെ തന്നെയാണ് അന്നേരം അദ്ദേഹം പറഞ്ഞത്. അവർക്ക് പ്രത്യേക ഒരു അനുഗ്രഹം, ഒരു കടാക്ഷം വേണമെന്ന് പറയാം. അമ്മ കൂടി ഉണ്ട് എന്നുള്ളൊരു തോന്നിച്ചാൽ അവർക്ക് എപ്പോഴും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ ഒരാൾ നമ്മളോട് ചോദിച്ചപ്പോൾ ഭദ്രാളി അമ്മയെപ്പറ്റി സംസാരിക്കാമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പാനലിലുള്ള ഈ പറയുന്ന സ്വാമിജിമാരോട് അല്ലെങ്കിൽ ഗുരുജിമാരോടും ചോദിച്ചു. അതിൽ യോഗ്യതയുള്ള ആൾക്കാർ പറയുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഒരു പ്രഭാവലയുണ്ടെന്നാണ് പറയുന്നത്. പ്രഭാവലയം എന്ന് പറഞ്ഞാൽ അമ്മയെ നമ്മൾ 3 പ്രാവശ്യം വിളിക്കുന്നതും അവർ ഒരിക്കൽ വിളിക്കുന്നതും ഫലം സുനിശ്ചിതം, ഉദ്ദിഷ്ടകാര്യം
വളരെ പെട്ടെന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.